ജനാധിപത്യം ഇന്ത്യയിൽ കെടാതെ കാത്തുവയ്ക്കുവാൻ സമത്വമെന്നൊരാശയം ജ്വലിച്ചു മണ്ണിൽ നിൽക്കുവാൻ. പ്രിയമുള്ളവരെ, വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരും ജനകീയരുമായ സാരഥികളെ, നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം, നിങ്ങളുടെ മനസ്സിന്റെ മായാത്ത അംഗീകാരം വോട്ടായി രേഖപ്പെടുത്തി കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ ഹാട്രിക് ഭരണത്തിനായി ജനക്ഷേമ വികസന കുതിപ്പിന് തുടർച്ചയേക്കാൻ ഇടതുപക്ഷ സാരഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഇന്ത്യയിൽ അതിദരിദ്രരില്ലാത്ത ആദ്യ സംസ്ഥാനമായി ചരിത്രമെഴുതിയ കേരളം ഇന്നോളം കാണാത്ത ജനക്ഷേമ വികസന കുതിപ്പിലേറിയ 10 വർഷങ്ങളാണ് പിന്നിട്ടത്. കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് 600 രൂപ മാത്രമുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാതെ UDF ഭരണത്തിന് കീഴിൽ കുത്തഴിഞ്ഞു കിടന്ന കേരളത്തെ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് അധികാരത്തിലേറിയ ഒന്നാം ഇടതു സർക്കാരിൽ നിന്ന് ഉറപ്പാണ് LDF എന്ന രണ്ടാം ഇടതു സർക്കാരിലേക്ക്, തുടർ ഭരണമെന്ന ചരിത്രത്തിലേക്ക് നവകേരളത്തിന്റെ അമരക്കാരൻ സഖാവ് പിണറായി വിജയൻ നടന്നുകയറിയപ്പോൾ UDFിൻ ഭരണത്തിൽ കുത്തഴിഞ്ഞു കിടന്ന കേരളത്തെ കൈപിടിച്ചുയർത്തി കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനക്ഷേമ വികസന വിപ്ലവം തീർത്ത് ലോകത്തിനു മുമ്പേ കേരളം എന്ന മാതൃക തീർത്തിരിക്കുന്നു. ആ വികസന കുതിപ്പിനാണ് തുടർച്ചയേകേണ്ടത്. ആ ജനക്ഷേമ പദ്ധതികൾക്കാണ് തുടർച്ച വേണ്ടത്. സമസ്ത മേഖലയും തൊട്ടറിഞ്ഞ വികസന കുതിപ്പിന്, ആബാലവൃദ്ധം ജനങ്ങളെയും തൊട്ടറിഞ്ഞ ജനക്ഷേമ പദ്ധതികൾക്ക് മറ്റാരുണ്ട് LDF അല്ലാതെ? വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സാരഥികളായി ജനവിധി തേടുന്ന 140 മണ്ഡലങ്ങളിലെയും ഇടതുപക്ഷ സാരഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഇടതു ചിറകിലേറിയ 10 വർഷങ്ങൾ, ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ വികസന മുന്നേറ്റത്തിന്റെ ചരിത്രമെഴുതിയ 10 വർഷങ്ങൾ, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അതിദാരിദ്ര്യമുക്തമായി ചരിത്രമെഴുതിയ നമ്മുടെ കേരളം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് മാസാമാസം 1000 രൂപയുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ. 10 വർഷങ്ങൾക്ക് മുമ്പ് UDFിന്റെ നെറികെട്ട അഴിമതി ഭരണം അവസാനിക്കുമ്പോൾ 600 രൂപ മാത്രമുണ്ടായിരുന്ന 18 മാസം കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തി അർഹതപ്പെട്ടവരുടെ കൈകളിലെത്തിക്കുന്ന ജനകീയ സർക്കാർ. വയനാട് ദുരിതബാധിതരെ ചേർത്ത് പിടിച്ച് ലോകോത്തര ടൗൺഷിപ്പോടുകൂടിയ പുനരധിവാസം ഒരുക്കി 178 കുടുംബങ്ങൾക്ക് വീടുകൾ കൈമാറിയതിനു ശേഷവും ഗൃഹോപകരണങ്ങൾക്കായി 1 ലക്ഷം രൂപ വീതം അനുവദിച്ച കരുത്തുറ്റ ബദൽ. തലചായ്ക്കാനിടമില്ലാത്ത, സ്വന്തമായി കൂരയില്ലാത്ത 5 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് ഭവനമൊരുക്കിയ ഇടതുപക്ഷ ബദൽ. സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത 4.5 ലക്ഷം കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി മാറ്റിയ മറ്റാരുണ്ട് LDF അല്ലാതെ? ഈ ജനക്ഷേമ പദ്ധതികൾക്ക് തുടർച്ച വേണം. ഈ വികസന കുതിപ്പിന് തുടർച്ചയാകണം. അതിന് കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷത്തിന്റെ കരുത്തരായ ജനകീയരായ സാരഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുകയാണ്. ഇടതു ചിറകിലേറിയ വികസന വിപ്ലവത്തിന്റെ ചരിത്രമെഴുതിയ 10 വർഷങ്ങൾ. 8 കിലോമീറ്ററിലധികം നീളത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത വയനാട്ടിലേക്ക്, കേരളത്തിന്റെ മുഖം മാറ്റിയ കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള 6 വരി ദേശീയപാത, മലയോര മേഖലയ്ക്ക് പൊന്നരഞ്ഞാണം ചുറ്റിയ മലയോര ഹൈവേ, അസാധ്യമെന്ന് വിധിയെഴുതിയ ഖൈൽ പദ്ധതിയും ദേശീയപാതയും, അനുവദിക്കില്ലെന്ന് പറഞ്ഞ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ലോകത്തെയാകെ ആകർഷിച്ച് രാജ്യത്തിന് അഭിമാനമായി തലയുയർത്തി നിൽപ്പുണ്ട്. കൊച്ചി മെട്രോയും കൊച്ചി വാട്ടർ മെട്രോയും ഇടമൺ ഇടനാഴിയും കുതിരാൻ തുരങ്കപാതയും തീരദേശപാതയും ജലപാതയും അടക്കം കേരളത്തിന്റെ മുഖം മാറ്റിയ റോഡുകളും പാലങ്ങളും ജലഗതാഗതവും
പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിൽ 1,00,000-ലധികം സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സ്കൂൾ തുറക്കും മുമ്പ് പാഠപുസ്തകങ്ങളും യൂണിഫോമുകളും, നാടിന്റെ അഭിമാനമായി മാറിയ സർക്കാർ വിദ്യാലയങ്ങൾ, ദേശീയ അംഗീകാരങ്ങൾ നേടിയ ആരോഗ്യ മേഖല, റേഷൻ മുടങ്ങാത്ത 10 വർഷങ്ങൾ, പവർ കട്ടും ലോഡ് ഷെഡിങ്ങുമില്ലാത്ത 10 വർഷങ്ങൾ, ഇങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത, പറഞ്ഞാൽ തീരാത്ത, അരനൂറ്റാണ്ട് കൊണ്ടുണ്ടാകേണ്ട വികസനം ഒരു ദശാബ്ദം കൊണ്ട് നേടിയെടുത്ത് ലോകഭൂപടത്തിൽ വ്യത്യസ്തമായ ഒരു കേരള മാതൃക വരച്ചു ചേർത്ത് നവകേരളത്തിന്റെ അമരക്കാരൻ സഖാവ് പിണറായി വിജയന്റെ കരങ്ങളിലേറി കേരളം ജൈത്രയാത്ര തുടരുകയാണ്. ആ കരുത്തുറ്റ ഇടതുബദലിന് തുടർച്ചയുണ്ടാകണം. കേരളത്തിന്റെ ജനക്ഷേമ പദ്ധതികൾക്ക്, വികസന തുടർച്ചയ്ക്ക് ഇടതു സാരഥികളെ വിജയിപ്പിക്കുക. മറ്റാരുണ്ട് LDF അല്ലാതെ? പ്രിയമുള്ളവരെ, വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും ജനവിധി തേടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികളെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് വിനയ പുരസരം അഭ്യർത്ഥിക്കുകയാണ്.